നമസ്കാരം. കർണാടകത്തിൽ നിന്നുള്ള മാണ്ഡ്യ ലോക്സഭാ സീറ്റ് JDSന് വിട്ടുകൊടുക്കുന്നതിൽ കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് സിറ്റിംഗ് MP ആയ സുമലത. നേരത്തെ മണ്ഡലത്തിൽ BJPയുടെ പിന്തുണയോടുകൂടി സ്വതന്ത്രയായി വിജയിച്ചു വന്നതായിരുന്നു സുമലത. ഇത്തവണയും മണ്ഡലത്തിൽ അവർ മത്സരിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി വരുന്നുണ്ട്. എന്നാൽ JDSുമായി BJP സഖ്യത്തിൽ ഏർപ്പെട്ടതുകൊണ്ട് തന്നെ ഈ മാണ്ഡ്യ മണ്ഡലം ഇക്കുറി JDSന് നൽകാനുള്ള സാധ്യതകളുണ്ട് എന്ന ചില അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. അന്ന് സുമലത BJP നിരുപാധിക ഒരു പിന്തുണ നൽകിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ വലിയ ഭൂരിപക്ഷത്തിലാണ് ലോക്സഭയിലേക്ക് പോയത്. ഇതോടുകൂടി അവർ BJPയുമായി വളരെ അടുത്ത ബന്ധം സൂക്ഷിക്കുകയും ചെയ്തിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ഉൾപ്പെടെ മികച്ച ബന്ധം പുലർത്തുന്ന ഒരു നേതാവ് കൂടിയാണ് സുമലത അംബരീഷ്. പക്ഷേ ഇപ്പോഴും അവർ BJPയിൽ ഔദ്യോഗികമായി അംഗത്വം എടുത്തിട്ടില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ അവർ BJP അംഗത്വം എടുത്തേക്കുമെന്നുള്ള അഭ്യൂഹങ്ങൾ ശക്തമാണ്. എങ്കിൽ പോലും വീണ്ടും സ്വതന്ത്രയായി തന്നെ മത്സരിച്ചാൽ മതി എന്നുള്ള ഒരു തീരുമാനമാണ് അവരുടെ ഭാഗത്ത് നിന്നും ഉണ്ടാവുന്നത് എന്നാണ് സൂചനകൾ. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കടുത്ത മത്സരത്തിന് വഴിയൊരുങ്ങിയ രാജ്യശ്രദ്ധ നേടിയ ഒരു മണ്ഡലം കൂടിയായിരുന്നു മാണ്ഡ്യ. സ്വതന്ത്ര അംഗമായ അംബരീഷിന്റെ മരണത്തോടുകൂടി അദ്ദേഹത്തിന്റെ ഭാര്യയായ സുമലത തെരഞ്ഞെടുപ്പിന്റെ കളത്തിലേക്ക് ഇറങ്ങുകയായിരുന്നു. അന്ന് JDSന് വേണ്ടി മുൻ മുഖ്യമന്ത്രി കൂടിയായിരുന്ന HD കുമാരസ്വാമിയുടെ മകനായ നിഖിൽ കുമാരസ്വാമി ആയിരുന്നു മത്സരിച്ചത്. അദ്ദേഹത്തിന്റെ കന്നി മത്സരത്തിൽ തന്നെ സുമലതയോട് പരാജയപ്പെടുകയും ചെയ്തിരുന്നു. എന്തായാലും JDSന് വലിയ സ്വാധീനമുള്ള വൊക്കലിംഗ വിഭാഗത്തിന്റെ ഒരു ശക്തി കേന്ദ്രമാണ് മാണ്ഡ്യ എങ്കിൽ പോലും കന്നഡ സൂപ്പർ സ്റ്റാർ ആയിരുന്ന അംബരീഷിനോട് വലിയ സ്നേഹം ഈ സമുദായം വെച്ച് പുലർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സുമലത വീണ്ടും മത്സരത്തിന് ഇറങ്ങിയാൽ വിജയിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇപ്പോൾ മാണ്ഡ്യയിൽ ഉയർന്നു വന്നിരിക്കുന്ന ഈ ഒരു വലിയ പ്രതിസന്ധി മുതലെടുക്കാൻ കോൺഗ്രസ് കരുക്കൾ നീക്കി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ പ്രതിസന്ധി വലിയ തർക്കങ്ങളിലേക്ക് നീങ്ങാതെ പരിഹരിക്കാൻ തന്നെയായിരിക്കും BJP നേതൃത്വം മുൻകൈ എടുക്കുക. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.